നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. സായുധ വിഭാഗമായ ഐസിസിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത്. ISIS-നെതിരെ യോജിച്ച ഐക്യനിര കെട്ടിപ്പടുക്കാൻ നടപടി തുടങ്ങി. സംഘടനയെ തള്ളിപ്പറയേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ സമ്മേളനം. വിസക്കച്ചവടത്തിനെതിരെ കടുത്ത നടപടികളുമായി കുവൈത്ത് തൊഴിൽ വകുപ്പ്. കുറ്റം തെളിഞ്ഞാൽ കമ്പനി ഉടമയ്ക്ക് 15 വർഷം വരെ തടവും വൻതുക പിഴയും. ഖാദിം വിസ മാറ്റത്തിന് സ്പോൺസറുടെ കീഴിൽ 1 വർഷം പൂർത്തിയാക്കണമെന്ന നിബന്ധന പുനഃപരിശോധിക്കുമെന്നും തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി. ഹജ്ജ് കർമ്മത്തിനായി വൻ തീർത്ഥാടക പ്രവാഹം. ഇന്ത്യയിൽ നിന്നും 22,000 തീർത്ഥാടകർ മദീനയിലെത്തി. ഹാജിമാരുടെ മക്ക യാത്ര വ്യാഴാഴ്ച തുടങ്ങും. പ്രായാധിക്യമുള്ളവരും ഗർഭിണികളും ഹജ്ജ് ഉംറ തീർത്ഥാടനം ഒഴിവാക്കണമെന്ന് ഒമാൻ. തീരുമാനം കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ. ഖത്തറിൽ മരുന്ന് വില കുറയ്ക്കുന്നു. 5 മുതൽ 60% വരെ വില കുറയ്ക്കാൻ സുപ്രീം കൗൺസിൽ ഹെൽത്തിന്റെ നിർദ്ദേശം. നടപടി 2500 മരുന്നുകളുടെ വില ഏകോപിപ്പിക്കാനുള്ള GCC രാജ്യങ്ങളുടെ തീരുമാനത്തെ തുടർന്ന്. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക വിമർശം. വെസ്റ്റ് ബാങ്കിലെ 1000-ഓളം ഏക്കർ ഭൂമി തങ്ങളുടേതെന്ന് അവകാശവാദം. നീക്കത്തെ വിമർശിച്ച് ഇസ്രായേൽ മന്ത്രി രംഗത്ത്. ഇസ്രായേൽ നീക്കം മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തൽ. അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ സ്റ്റീഫൻ സോട്ടലോഫിനെ ISIS തീവ്രവാദികൾ കൊലപ്പെടുത്തി. സ്റ്റീഫൻ നോട്ടലോഫ് ഇറാഖിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ. വാർത്തകളിലേക്ക് വിശദമായി. സായുധ വിഭാഗമായ ഐസിസിനെതിരെ യോജിച്ച ഐക്യനിര കെട്ടിപ്പടുക്കാൻ അറബ് രാജ്യങ്ങൾ നടപടി ആരംഭിച്ചു. ഇത്തരമൊരു സംഘടനയെ തള്ളിപ്പറയേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടതിനെ തുടർന്നാണിത്. കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ സമാപിച്ച ഗൾഫ് സഹകരണ കൗൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനവും ഐസിസിനെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. പോയ മാസം മാത്രം ഇറാഖിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4800 രാജ്യത്തെ വംശീയ സംഘർഷത്തിന് നൽകേണ്ടി വരുന്ന വില വളരെ കൂടുതലാണെന്ന് ചോര പടരുന്ന ഇറാഖ് തെരുവുകൾ തെളിയിക്കുന്നു. സുന്നി വംശീയതയുടെ പേരിൽ രൂപം കൊണ്ട ഐസിസിന്റെ ചെയ്തികളോട് ഒരു നിലയ്ക്കും യോജിക്കാൻ പറ്റില്ലെന്ന് ആദ്യം തീരുമാനം കൈക്കൊണ്ടത് സൗദിയാണ്. തുടർന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇതേ നിലപാട് ആവർത്തിച്ചു. ആഗോളതലത്തിൽ തന്നെ ഐസിസിനെതിരെ യോജിച്ച ഐക്യനിര കെട്ടിപ്പടുക്കാനാണ് ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങളുടെ പുതിയ തീരുമാനം. UN ചുവടെയുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ ജനീവയിൽ ചേർന്ന സമ്മേളനത്തിൽ UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ ഐസിസിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. UN സ്ഥിരം UAEയുടെ പ്രതിനിധി ഉബൈദ് സാലിം അൽ ഷാബി ഉൾപ്പെടെയുള്ളവർ ഐസിസ് മേഖലയുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണെന്ന് കുറ്റപ്പെടുത്തി. ഇറാഖിന്റെ കെട്ടുറപ്പും ഐക്യവും നിലനിൽക്കണമെങ്കിൽ വംശീയതയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട എല്ലാ സായുധ വിഭാഗങ്ങളെയും അമർച്ച ചെയ്യണമെന്നും ഗൾഫ് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ICC വിഭാഗത്തിന് സാമ്പത്തിക പിൻബലം നൽകുന്നതിൽ ചില ഗൾഫ് രാജ്യങ്ങളുണ്ടെന്ന പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു. MCA നാസർ, മീഡിയ വൺ, മിഡിൽ ഈസ്റ്റ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MCA നാസർ ദുബായിൽ നിന്നും ചേരുന്നു. MCA നാസർ, യോജിച്ചുള്ള ഒരു മുന്നേറ്റം ഐസിസിനെതിരെ നടത്താനാണ് ഗൾഫ് സഹകരണ കൗൺസിലിൽ തീരുമാനമായത്. ഇതിന്റെ ഭാഗമായി എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്? സൈഫ്, പ്രധാനമായി ആഗോളതലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രായോഗികതയും അത് സംബന്ധിച്ചുള്ള പ്രധാന നടപടികളുമാണ് മുഖ്യമായും അറബ് രാജ്യങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് UN പൗരാവകാശ സംഘടനയും അതോടൊപ്പം തന്നെ ലോകത്തെ മറ്റ് എണ്ണമറ്റ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളോടും ഐസിസിനെതിരെ തങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട് എന്നും ആ സംഘടനക്കെതിരെ കൈക്കൊള്ളുന്ന ഏതൊരു നിലപാടിനെയും തങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കും എന്നുകൂടി അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. സൗദിയാണ് UN പദ്ധതിക്ക് വേണ്ടി തീവ്രവാദത്തിനെതിരായ നടപടി എന്ന പേരിൽ 100 മില്യൺ റിയാലാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UAE ഉൾപ്പെടെയുള്ള മറ്റു ഗൾഫ് രാജ്യങ്ങളും പ്രായോഗികമായി ഏറ്റവും വലിയ തുക തന്നെ ഈ തീവ്രവാദ വിരുദ്ധ പോരാട്ടം പ്രത്യക്ഷത്തിൽ തന്നെ ഈ ICS പോലുള്ള സംഘടനകൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിക്ക് വേണ്ടി ചെലവിടാൻ സഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയ തുടരും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും നയതന്ത്ര തലത്തിലും ഐസിസിനെ ഒറ്റപ്പെടുത്താനും ഐസിസ് നടത്തുന്ന ചെയ്തികൾക്ക് സുന്നി വംശീയതയുമായോ അല്ലെങ്കിൽ മേഖലയുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള താല്പര്യങ്ങൾ ഇല്ല എന്ന് വിശദീകരിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഈ അർത്ഥത്തിലുള്ള നീക്കത്തിന്റെ ആദ്യ ഭാഗം എന്ന നിലയ്ക്കാണ് UN പൗരാവകാശ സംഘടനയിൽ UAE ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർ നടപടി
തൊഴിലാളികൾക്ക് തങ്ങൾ ചില പദ്ധതികൾ ആവിഷ്കരിച്ചതായും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇത് അറബ് ലീഗ് വൈകാതെ തന്നെ ചേരുന്നുണ്ട്. അറബ് ലീഗ് നേതൃയോഗത്തിലും ഇത് സംബന്ധിച്ച കുറെ കൂടി വ്യക്തത ഉണ്ടാവും. പദ്ധതികളുടെ പ്രഖ്യാപനവും അതോടുകൂടി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സൈഫ്, ഐസിസിനെതിരെ യോജിച്ചുള്ള മുന്നേറ്റത്തിന് ഗൾഫ് സഹകരണ കൗൺസിലിന്റെ തീരുമാനം. വിശദാംശങ്ങളാണ് MCA നാസർ നൽകിയത്. അതിനിടെ ഇറാഖിലെ ഐസിസ് തീവ്രവാദികളുടെ പിടിയിലായിരുന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ സ്റ്റീവൻ സോറ്റ്ലോഫിന്റെ തലയറുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. തങ്ങളുടെ പിടിയിലുള്ള ഡേവിഡ് ഹെയ്ൻസിന്റെയും കൊല്ലുമെന്ന് പുറത്തുവിട്ട വീഡിയോയിൽ ഐസിസ് ഭീഷണി മുടക്കുന്നുണ്ട്. അമേരിക്ക തങ്ങൾക്കെതിരായ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് തീവ്രവാദികളുടെ ആവശ്യം. 31കാരനായ സോറ്റ്ലോഫ് കഴിഞ്ഞ വർഷമാണ് സിറിയയിൽ തീവ്രവാദികളുടെ പിടിയിലായത്. വീഡിയോയുടെ ആധികാരികത പരിശോധിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഒരു മാസത്തിനിടെ ഐസിസ് തലയറുത്തു കൊല്ലുന്ന രണ്ടാമത്തെ മാധ്യമപ്രവർത്തകനാണ് സോറ്റ്ലോഫ്. നേരത്തെ അമേരിക്കക്കാരനായ ജെയിംസ് ഫോളിയെയാണ് ഐസിസ് കഴുത്തറുത്തു കൊന്നത്. Citizen Obama, depends on your next decision. Citizen Obama, depends on your next decision. വിസ കച്ചവടത്തിനെതിരെ സ്വരം കടുപ്പിച്ച് കുവൈത്ത് തൊഴിൽ വകുപ്പ്. കുറ്റം തെളിഞ്ഞാൽ കമ്പനി ഉടമയ്ക്ക് 15 വർഷം വരെ തടവും വൻതുക പിഴയും അടയ്ക്കേണ്ടി വരുമെന്ന് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി. ഖാദിം വിസ മാറ്റത്തിന് സ്പോൺസറുടെ കീഴിൽ 1 വർഷം പൂർത്തിയാക്കണമെന്ന നിബന്ധന പുനഃപരിശോധിക്കും. വിദേശത്തു നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് വാഗ്ദാനം ചെയ്ത ജോലി നൽകാതിരിക്കുകയും ചെയ്യുന്നത് രാജ്യത്തെ തൊഴിൽ നിയമത്തിലെ 10ാം വകുപ്പിന്റെ ലംഘനമാണെന്ന് മന്ത്രി ഹിന്ദ് അൽ സബീഹ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ നിയമലംഘനം കണ്ടെത്തിയ 4 കമ്പനികൾക്കെതിരായ കേസുകളാണ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയത്. ക്രമക്കേടിന് കൂട്ടുനിന്ന കമ്പനി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി സത്യവാങ്മൂലം രേഖപ്പെടുത്തിയതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ജനറൽ ജമാൽ അൽ ദൂസരി അറിയിച്ചു. ഇല്ലാത്ത തസ്തികകളുടെ പേരിൽ വൻതുക വാങ്ങിയാണ് ഇത്തരം കമ്പനികൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ജോലി പ്രതീക്ഷിച്ചെത്തുന്നവർ കമ്പനിയിൽ ജോലി ലഭിക്കാതിരിക്കുന്നതോടെ മറ്റു ജോലി തേടി അലയുന്ന അവസ്ഥയാണ്. ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നവരെ തൊഴിലന്വേഷകരായി അലയാൻ വിടുന്നത് ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കുമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മനുഷ്യക്കടത്ത് നടത്തിയതായി സംശയിക്കപ്പെടുന്ന 2500ഓളം കമ്പനികൾക്കെതിരെ ഈ വർഷം മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ നൽകിയതായി ജമാൽ അൽ ദൂസരി പറഞ്ഞു. കഴിഞ്ഞ വർഷം 250 കമ്പനികൾക്കെതിരെ മാത്രമാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നത്. മനുഷ്യക്കടത്ത് കുറ്റം തെളിഞ്ഞാൽ കമ്പനി ഉടമക്ക് 15 വർഷം വരെ തടവും വൻതുക പിഴയുമാണ് ശിക്ഷ. ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ തൊഴിൽ വിസകളിലേക്ക് മാറാൻ സ്പോൺസറുടെ കീഴിൽ 1 വർഷം പൂർത്തിയാവണമെന്ന നിബന്ധന എടുത്തുകളയുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നും മാൻ പവർ അതോറിറ്റി ഡയറക്ടർ പറഞ്ഞു. നിബന്ധന കാരണം ഇളവ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്ന് തൊഴിൽ സംരംഭകർ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. കമ്പനികൾ മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ടാൽ 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരം നൽകണമെന്ന നിയമത്തെ ദൃഢപ്പെടുത്തി ദുബായ് കോടതിയുടെ പുതിയ വിധി. UAE-യുടെ നേരത്തെയുള്ള നിയമമായിട്ടും പലർക്കും ഇതറിയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. UAE-യിലെ നിയമപ്രകാരം കമ്പനിയുടെ 1 മാസം മുന്നേയുള്ള ഔദ്യോഗിക മുന്നറിയിപ്പില്ലാതെ ജോലിക്കാരെ പിരിച്ചുവിടാൻ പാടില്ല. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കമ്പനിയുടെ ഇഷ്ടപ്രകാരം ജോലിക്കാരെ പിരിച്ചുവിട്ടാൽ കമ്പനി 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകണം. UAE-യിൽ നിലവിലുള്ള ഈ നിയമത്തെ ദൃഢപ്പെടുത്തി ദുബായ് കോടതിയാണ് പുതിയ വിധി പുറപ്പെടുവിച്ചത്. ഒരു കമ്പനിയിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിടപ്പെട്ട ഡെവലപ്മെന്റ് മാനേജറുടെ കേസിലാണ് കോടതിയുടെ വിധി. എന്നാൽ ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ പേരും ബോധവാന്മാരല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ഫെഡറൽ ലോ നമ്പർ 8/90/80 പ്രകാരം ആർട്ടിക്കിൾ 115 പ്രകാരം ഇതിനകം തന്നെ ലിഖിതമായി പറയുന്നുണ്ട്, ലിമിറ്റഡ് കോൺട്രാക്റ്റിൽ കാരണം കൂടാതെ ആ ഒരു പീരീഡിന് മുമ്പേ ഒരു എംപ്ലോയിയെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മാസത്തെ ശമ്പളം അദ്ദേഹത്തിന് കോമ്പൻസേഷനായി കൊടുക്കണമെന്നുള്ള കാര്യം അത് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്തുകൊണ്ട് ദുബായിലുള്ള കസേഷൻ കോർട്ടിൻ്റെ ഡിസിഷൻ വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഗെറ്റിംഗ് റെന്യൂമറേഷൻ എത്രയാണോ അതിൻ്റെ ബേസിലാണ് ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബേസിക് സാലറിയുടെ അടിസ്ഥാനത്തിലല്ല. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ കമ്പനികൾ ഇത്തരം നിയമലംഘനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ജോലിക്കാർ ബോധവാന്മാരാവുന്നതിലൂടെ ഇതിനെ മറികടക്കാൻ കഴിയുമെന്നും ജോലിക്കാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ കോടതിയുടെ പിന്തുണയുണ്ടാവുമെന്നും വിദഗ്ധർ പറയുന്നു. പൊതുവെ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാതെയാണ് പല കമ്പനികളും ടെർമിനേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റായി വളരെ പെട്ടെന്ന് തന്നെ ജഡ്ജ്മെൻ്റൊക്കെ വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഏതായാലും ഇത് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.